ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് 2 ദിവസങ്ങളിൽ വന്ന അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 2 പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള MGNRGA മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കിക്കൊണ്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പ്രഖ്യാപിച്ച VBG റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതി ഇന്ന് മുതൽ, അതായത് ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു. പിന്നെ ഇതിൽ ഇന്നലെ വന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ദിവസക്കൂലിയുടെ കാര്യത്തിൽ. അത് കേന്ദ്ര സർക്കാർ ഇന്നലെ പുതിയ കൂലി നിരക്കുകൾ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ കൂലി 300 രൂപ മുതൽ 409 രൂപ വരെ നിശ്ചയിച്ചു. കേരളത്തിലെ പുതിയ കൂലി എന്ന് പറയുന്നത് 401 രൂപ വരെ ലഭിക്കും. ദേശീയ ശരാശരി രാജ്യത്തെ ശരാശരി കൂലി 298.8 രൂപയിൽ നിന്ന് 327.4 രൂപയായി ഉയർന്നു. ഏറ്റവും ഉയർന്ന കൂലി ഹരിയാനയ്ക്ക് 409 രൂപയും സിക്കിമിലെ പ്രത്യേക ഉയർന്ന പ്രദേശങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് 450 രൂപയാണ് ലഭിക്കുക. ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന കൂലി ഇനി ഒരിടത്തും 300 രൂപയിൽ താഴെയാകില്ല. അപ്പം എല്ലാ സ്ഥലത്തും 300 രൂപയിൽ കൂടുതലാണ്. നിലവിലുള്ള ജോബ് കാർഡിനെ കുറിച്ച് കുറേ ആൾക്ക് സംശയമുണ്ട്. അപ്പോൾ നിലവിലെ ജോബ് കാർഡുകളുടെ കാലാവധി തൊഴിലാളികൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ EKYC പൂർത്തിയാക്കിയ എല്ലാ പഴയ തൊഴിലുറപ്പ് കാർഡുകളും തുടർന്നും സാധുവായിരിക്കും. പുതിയ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ, ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് എന്ന് പറയുന്ന പുതിയ കാർഡാണ്. ആ കാർഡുകൾ വരുന്നത് വരെ നിങ്ങൾക്ക് പഴയ കാർഡ് തന്നെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് അറിയുന്നത്. പിന്നെ പറയുന്നത് നിർബന്ധിത കാർഷിക ഇടവേളയാണ്. അപ്പോൾ പുതിയ നിയമപ്രകാരം വർഷത്തിൽ തുടർച്ചയായി 60 ദിവസത്തെ ഒരു നോ വർക്ക് കാലയളവ്, വിത്ത് നടൽ, കൊയ്ത്ത് തുടങ്ങിയ പ്രധാന കാർഷിക സീസണുകളിൽ കർഷകർക്ക് തൊഴിലാളികളെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണിത്. ബാക്കിയുള്ള 305 ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് ഉറപ്പായ 125 ദിവസത്തെ തൊഴിൽ ലഭ്യമാക്കുമെന്നാണ് നിലവിൽ പറയപ്പെടുന്നത്. അപ്പോൾ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും 60 ദിവസം നിങ്ങൾക്ക് എന്തായാലും അതായത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന 60 ദിവസമായിരിക്കും. 2 മാസം ഏതൊക്കെയാണെന്നുള്ളത് അതായത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് നിലവിലെ ഉത്തരവുകളിലൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 മാസം നിങ്ങൾക്ക് പണിയുണ്ടാവില്ല. പിന്നെ കൂലി വിതരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടപ്പിലാക്കണമെന്നുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂലി നേരിട്ട് കൈമാറാൻ DBT എന്ന നിയമത്തിൽ കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികത 60:40. കേന്ദ്ര സർക്കാർ ഇനി മുതൽ കൂലി ചെലവിൻ്റെ 60% മാത്രമേ വഹിക്കൂ. ബാക്കി 40% തുക അതാത് സംസ്ഥാന സർക്കാരുകൾ സ്വന്തം ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന ആശങ്കയും വരുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് 90:40 ആയിരിക്കും. അതായത് നിലവിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇത് വലിയൊരു ആശങ്ക ആയിരിക്കുമെന്ന് തോന്നുന്നു. ഫണ്ട് അനുവദിക്കലും ഔദ്യോഗിക ഉദ്ഘാടനവും. പദ്ധതി സുഗമമായി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 95,692.31 കോടി രൂപയുടെ ആദ്യഘട്ട ഫണ്ട് അനുവദിച്ചു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചതനുസരിച്ച് ഈ പുതിയ പദ്ധതിയുടെ ഔദ്യോഗികമായ ദേശീയതല ഉദ്ഘാടനം നാളെ ജൂലൈ 2 ആന്ധ്രാപ്രദേശ്. പിന്നെ തൊഴിലില്ലായ്മ വേതനമാണ്. തൊഴിൽ കാർഡുള്ള ഒരു തൊഴിലാളി ജോലി ആവശ്യപ്പെട്ട് അപേക്ഷിച്ചാൽ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സർക്കാർ ജോലി നൽകിയിരിക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകാൻ സാധിച്ചില്ലെങ്കിൽ തൊഴിലാളിക്ക് നിയമപരമായി തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുണ്ടായിരിക്കും. ഡിമാൻഡ് മോഡലിൽ നിന്ന് പ്ലാനിംഗ് മോഡലിലേക്ക്, അതായത് നിലവിൽ നമുക്ക് തൊഴിൽ ഡിമാൻഡ് അനുസരിച്ചായിരുന്നു. ഇത് പറയുന്നത് MGNRGA പദ്ധതി പ്രധാനമായും തൊഴിലാളികൾ ജോലി ആവശ്യപ്പെടുമ്പോൾ മാത്രം ഡിമാൻഡ് പ്രവൃത്തികൾ കണ്ടെത്തുന്ന രീതിയായിരുന്നു. എന്നാൽ ഇനി മുതൽ പ്രവൃത്തികൾ അതാത് ഗ്രാമപഞ്ചായത്തുകൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചായിരിക്കും നടപ്പിലാക്കുക. നിലവിൽ തൊഴിലാളികൾക്ക് പണി എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടായിരുന്നു. ഇത് മുന്നേ പ്ലാൻ ചെയ്ത് ആ പ്രകാരം നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേമാതിരി ഉപഗ്രഹ നിരീക്ഷണവും സാങ്കേതികവും പദ്ധതിക്ക് കീഴിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ഇനി മുതൽ കൂടുതൽ സുതാര്യമാകും. ഇതിനായി ഉപഗ്രഹ ചിത്രങ്ങൾ, GIS മാപ്പിംഗ് തുടങ്ങിയ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും പ്രവൃത്തികൾ നിരീക്ഷിക്കുക. മുൻഗണനാ മേഖലകൾ. ഗ്രാമങ്ങളിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്നതിന് പകരം കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ആസ്തികൾ, ഡ്യൂറബിൾ അസറ്റ് നിർമ്മിക്കുന്നതിനാണ് പദ്ധതി ഊന്നൽ നൽകുന്നത്. പ്രധാനമായും 4 മേഖലകൾക്കാണ് മുൻഗണന. അതായത് ഇതാണ് ഇതിൽ പറയുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് താൽക്കാലിക ജോലികൾ ചെയ്യുന്നതിന് പകരം കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ആസ്തികൾ നിർമ്മിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ആസ്തികളെ അൺസ്കിൽഡ് വേജസിൽ ഉൾപ്പെടുത്താനും
അൺസ്കിൽഡ് വേജസ് തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളായിരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നല്ല വിദഗ്ധ തൊഴിലാളികളെ കൊണ്ട് മാത്രമേ ആസ്തികളൊക്കെ നിർമ്മിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റോഡ് നവീകരണമായാലും കെട്ടിടങ്ങളായാലും ഇത് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ മുൻഗണന നൽകുന്ന വിഭാഗങ്ങൾ മണ്ണ് ജല സംരക്ഷണം, പ്രകൃതി വിഭവ മാനേജ്മെൻറ്റ്, കൃഷി അനുബന്ധ മേഖലകളും ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ കുടുംബശ്രീ വനിതാ സ്വയം സംഘങ്ങളുടെ പങ്കാളിത്തം, ഗ്രാമീണ മേഖലയിൽ വനിതാ സ്വയം സഹായ സംഘങ്ങളെ ഈ പദ്ധതി വലിയ രീതിയിൽ കൂട്ടിച്ചേർക്കുക, വനിതകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഉപജീവന മാർഗങ്ങൾക്ക് പദ്ധതിയിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ വൈകിയാൽ അതായത് ജോലി പൂർത്തിയാക്കി മസ്റ്റോൾ ക്ലോസ് ചെയ്ത് 15 ദിവസത്തിനകം കൂലി ലഭിച്ചില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും. 16 ദിവസം മുതൽ വൈകുന്ന ഓരോ ദിവസത്തിനും നൽകാത്ത കൂലിയുടെ 0.05 തുക അധിക നഷ്ടപരിഹാരം തൊഴിലാളികൾക്ക് നൽകണമെന്ന് പുതിയ നിയമം നിഷ്കർഷിക്കുന്നു. പുതിയ സ്മാർട്ട് ട്രെൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് പദ്ധതിയിൽ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന കിണറുകൾ, റോഡുകൾ, കുടങ്ങൾ തുടങ്ങിയ എല്ലാ ആസ്തികളും വികസിത ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് എന്ന ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റും. കേന്ദ്ര പദ്ധതികളായ PM ഗതിശക്തി പോലുള്ള വലിയ മാപ്പിംഗ് സംവിധാനങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കുക. ഇതുവഴി ഓരോ സ്ഥലത്തും ഒന്നിലധികം തവണ പണം ചിലവഴിക്കുന്നത് ഡ്യൂപ്ലിക്കേഷൻ തടയാൻ സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രവൃത്തികൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം പ്രവൃത്തികളെ പ്രധാന മേഖലകളിൽ തിരിച്ചിരിച്ചിട്ടുണ്ട്. അതിൽ അതിശക്തമായ വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാലാവസ്ഥ പ്രതിരോധിക്കാനുള്ള ജോലികളാണ് കൂടുതലും പറയുന്നത്. ഡാറ്റ കൈമാറ്റവും പുതിയ കാർഡും 6 മാസത്തെ കാലയളവ്. നിലവിലേക്കുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് പഴയ ഡാറ്റ പുതിയ VBG റാംജി സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ 6 മാസത്തെ സമയം ഡിസംബർ 31 വരെ അനുവദിച്ചിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ എല്ലാ തൊഴിലാളികൾക്കും പുതിയ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭിച്ചു തുടങ്ങും. സംസ്ഥാനങ്ങളുടെ വിയോജിപ്പും പ്രതിസന്ധിയും. കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം 60% കുറയ്ക്കുകയും സംസ്ഥാനങ്ങളുടെ വിഹിതം 40% ഉയർത്തുകയും ചെയ്തതിനെതിരെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തൽക്കാലം പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ 29 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തങ്ങളുടെ ബഡ്ജറ്റിൽ ഇതിനായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് പണം നേരിട്ട് അക്കൗണ്ടിലേക്ക്, ഡയറക്റ്റ് ടു ബാങ്ക്. വൻകിട അഴിമതികൾ ഒഴിവാക്കാൻ കൂലി വിതരണം പൂർണ്ണമായും ഡിജിറ്റൽ ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് വഴിയാകും. അപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ പ്രക്രിയ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ജോലിസ്ഥലത്തെ കള്ള ഒപ്പുകളും തട്ടിപ്പുകളും തടയുന്നതുമായി ബന്ധപ്പെട്ട് ദിവസത്തിൽ 2 തവണ ഡിജിറ്റൽ ഹാജർ NMS രേഖപ്പെടുന്നത് കർശനമാക്കിയിട്ടുണ്ട്. ഇത് നിലവിൽ കർശനമായ കാര്യങ്ങളാണ്. അതോടൊപ്പം ഓരോ തൊഴിലാളിയുടെ ലൈവ് ലൊക്കേഷൻ ജിയോ ടാഗിങ് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ. നിർബന്ധിത EKYC. നിലവിൽ പഴയ തൊഴിലുറപ്പ് കാർഡുകളുള്ളവരിന്ന് EKYC പൂർത്തിയായ ഒരു ജോലി ലഭിക്കില്ല. നിങ്ങളുടെ ആധാർ കാർഡും ജോബ് കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ EKYC എത്രയും വേഗം നിങ്ങളുടെ പഞ്ചായത്ത് അക്ഷയ കേന്ദ്രം വഴിയോ പഞ്ചായത്ത് വഴിയോ പൂർത്തിയാക്കേണ്ടത്. സോഷ്യൽ ഓഡിറ്റ്. എല്ലാ ഗ്രാമപഞ്ചായത്തിലും വർഷത്തിൽ ചുരുങ്ങിയ 2 തവണയെങ്കിലും പൊതുജന പങ്കാളിത്തത്തോടെ സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് VBG റാംജി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഒന്ന് എന്താ പറയുക, കിണറുകൾ, കുളങ്ങൾ അങ്ങനെ പിടിച്ച ഫ്ലഡ് പ്രൊട്ടക്ഷൻ വർക്കാണ്. അതായത് തോട് നവീകരണം അങ്ങനത്തെ വർക്കാണ്. മഴക്കുഴികൾ നടത്താം. പിന്നെ ഭൂമി തട്ടുതിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ. അതായത് ബാക്കിയുള്ള ആസ്തി നിർമ്മാർജ്ജനത്തിനൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർബന്ധമായിട്ടും വേണ്ടതാണ്. പക്ഷേ അതിൽ കൂടുതലായിട്ടും വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമായിരിക്കും ഉണ്ടാകുക, അവിദഗ്ധ തൊഴിലാളികൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ കേരളത്തിൽ കൂടുതലായിട്ടും 60 വയസ്സിന് കൂടുതലുള്ളവരാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാക്കും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് VBG റാംജിയിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഒന്ന് കമൻറ്റിലൂടെയൊക്കെ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.